നമ്മുടെ ഉള്ളിലെ മരത്തിലെ കിളികളല്ലാതെ പുറത്തെ കൂട്ടിൽ ഇതുപോലെ 4-5 കിളികൾ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്നുണ്ട് ട്ടാ. കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റോറി ഇട്ടില്ലേ, കുട്ടികൾക്ക് കുക്കിംഗ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. വെറുതെ അല്ല, കാര്യമായിട്ട് ചെറിയ ചെറിയ പണികൾ എല്ലാവരെ പഠിപ്പിക്കുന്നുണ്ട് ട്ടാ. ഇതൊക്കെ കുട്ടികൾക്ക് ഇപ്പോഴേ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് രണ്ട് കാര്യമുണ്ട്. രണ്ടല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വീട്ടിലെ സ്ത്രീകളാണ് എല്ലാ പണികളും ചെയ്യേണ്ടതെന്നുള്ള തെറ്റായ ധാരണ കുട്ടികളിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പണികളും എല്ലാവരും ഒരുമിച്ച് ചെയ്യേണ്ടതാണെന്ന് അവർക്ക് ബോധ്യമാവും. പിന്നെ നമ്മൾ അമ്മമാര് ഏത് സമയവും അടുക്കളയിലും അവിടെ ഇവിടെയായിട്ട് പണികൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരില്ല. ഇത് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. അതുപോലെ തന്നെ അവർക്കും ഭാവിയിൽ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ജോലികളെല്ലാം എല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ നമ്മുടെ പാർട്ട്ണറെ പഠിപ്പിച്ചതുപോലെ അവരുടെ പാർട്ട്ണർ വരുമ്പോ അവരെ പഠിപ്പിക്കേണ്ടി വരില്ലല്ലോ. നോട്ട് ദ പോയിന്റ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ 3 പേരും കൂടിയിട്ട് വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് ഇട്ടപ്പോഴേ ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസാ വന്നേ. അത് മാത്രല്ല, കുറെ പേര് പറഞ്ഞു എന്റെ മക്കളും എന്നെ സഹായിക്കാറുണ്ട്, കുക്കിംഗ് ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും അവരും ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷായിട്ടാ. പക്ഷെ കുക്കിംഗ് ഒഴികെ ആക്കണ്ട, കുക്കിംഗ് അടക്കം ചെയ്യിപ്പിച്ചോ, എല്ലാം അറിഞ്ഞിരിക്കട്ടേന്നേ. അല്ലെങ്കിൽ പിന്നെ ഈ കുക്കിംഗ് എന്ന് പറയുന്നത് പെൺകുട്ടികൾക്കും അമ്മമാർക്കും മാത്രം ഉള്ളതാന്നുള്ള ഒരു ചിന്തയും വരും അവരുടെ മനസ്സിൽ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഇനി വരുന്ന ജനറേഷൻ ആൺപെൺ വ്യത്യാസമില്ലാതെ അങ്ങോട്ട് വളർത്താം. അറ്റ് എ ടൈം ഒരുപാട് ജോലികൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന സ്ത്രീകളുടെ ഒരു കഴിവുണ്ടല്ലോ, ആ കഴിവ് അവർക്ക് ഉണ്ടായതേ അവരുടെ സാഹചര്യങ്ങൾ മൂലമാണ്. അപ്പൊ ആ കഴിവ് നമുക്ക് ആൺകുട്ടികൾക്കും പകർന്നു കൊടുക്കാം. പിന്നെ എങ്ങനെയാ ചേച്ചി ഇതെല്ലാം ശീലിപ്പിച്ചെടുക്കുന്നത്? ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഫുൾ ടൈം ഫോണിലല്ലേ എന്ന് ചോദിച്ച ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇവരെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതല്ല. കുഞ്ഞിതിലേ തൊട്ട് അവരെ കൊണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ടാണ് ഇപ്പൊ ഇവർ ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഫോണിന്റെ കാര്യം, കുഞ്ഞിതിലേ തൊട്ട് ഭക്ഷണം കഴിക്കാനും പറഞ്ഞത് കേട്ടില്ലെങ്കിലും വാശി പിടിച്ചാലും ഒക്കെ ഫോൺ കൊടുത്ത് സമാധാനപ്പെടുത്തിയ പേരൻസ് ആണെങ്കിൽ കുട്ടികളെ ഞാൻ ഒന്നും പറയാനില്ല, പേരൻസിനെ പറയുന്നുള്ളൂ. എന്താന്ന് വെച്ചാ കുഞ്ഞിതിലേ തൊട്ട് അവർക്ക് അത് കൊടുത്ത് ശീലിപ്പിച്ചത് നിങ്ങളല്ലേ. അപ്പൊ അത് മാറ്റിയെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇവർക്ക് രണ്ടുപേർക്കും കുഞ്ഞിതിലേ തൊട്ട് എന്ത് വാശി പിടിച്ചാലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പുറത്തോട്ടൊക്കെ ഇറങ്ങി കളിപ്പിച്ചു കൊടുക്കുന്നല്ലാതെ ഫോൺ ഞാൻ ഇന്നേ വരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവരുടെ മുമ്പിൽ ഫോൺ വെച്ചിട്ട് പോയാലും അവരത് തൊടുക പോലും ഇല്ല. പിന്നെ ഇതിലൊരു ടിപ്സ് ആയിട്ടൊന്നും പറഞ്ഞു തരാൻ എനിക്കില്ല. നമ്മള് സന്തോഷങ്ങൾ പങ്കിടുന്ന പോലെ തന്നെ നമ്മുടെ വെയ്യായകളും വിഷമങ്ങളും ഒക്കെ കുട്ടികളായിട്ട് പങ്കിടാം. എല്ലാ കാര്യവും ഒരുമിച്ച് വർത്താനൊക്കെ പറഞ്ഞ് എല്ലാരും കൂടി ചെയ്യാൻ ശ്രമിക്കാം. പണ്ടേ തൊട്ട് അമ്മ എന്നുള്ള ഒരു ക്യാരക്ടർ എത്ര വയ്യെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളല്ലേ. ഇനി നമുക്കൊന്ന് മാറ്റി പിടിക്കാം. അമ്മമാരൊരു യന്ത്രമല്ല, അവർക്കും വയ്യായകൾ ഉണ്ടെന്ന് കുട്ടികൾ മനസ്സിലാക്കട്ടെ. അപ്പോ ഇനിയും കുറെ പറയാനുണ്ട്. എന്തായാലും ഇന്നത്തേക്ക് ഇത്രയ്ക്കൊക്കെ മതി. അപ്പോഴേ ഞങ്ങൾ 3 പേരും കൂടി നമ്മുടെ ഫ്രൂട്ട്സ് ഗാർഡനിൽ നിന്ന് പൊട്ടിച്ച മൾബറി നമശിയുദേ പാലൊക്കെ ചേർത്ത് നല്ല അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ 3 പേരും കൂടിയിട്ട് അതൊന്ന് കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കട്ടെ ട്ടാ.